അമിത്ഷാ ഇന്നലെ ഗുജറാത്തിലെ ഒരു ഹിന്ദു സമ്മേളനത്തിൽ പങ്കെടുത്തു നടത്തിയ പ്രസംഗം വളരെ ശ്രദ്ധേയമായിട്ടെനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞത് BJP മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജിക്കൽ ഗോൾസ്, പ്രത്യയശാസ്ത്രപരമായ ലക്ഷ്യങ്ങളെല്ലാം കഴിഞ്ഞ 10 വർഷത്തെ മോദി ഭരണത്തിൽ നേടിക്കഴിഞ്ഞു. ബാക്കിയുള്ളത് നേടാനുള്ള യാത്രയിലാണ് സർക്കാർ പോകുന്നത്. എന്നിട്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നേടിയ മെയിൻ ഗോൾസ്, ഐഡിയോളജിക്കൽ ഗോൾസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എണ്ണി പറഞ്ഞു. ഒന്ന്, ഹിന്ദു ഐഡൻറ്റിറ്റി അത് പരസ്യമായി പ്രകടിപ്പിക്കാൻ ഹിന്ദുക്കൾക്ക് ഒരു സങ്കുചിതാവസ്ഥ ഉണ്ടായിരുന്നു. ഒരു ഹിന്ദുവാണെന്ന് പറയണോ, അത് മാറിയിട്ട് ഐ ആം എ പ്രൗഡ് ഹിന്ദു എന്ന് പറയാവുന്ന തരത്തിലേക്ക് ഇന്ത്യയിലെ ഹിന്ദുക്കൾ മാറിയിട്ടുണ്ട്. രണ്ടാമത്തത്, അസാധ്യമെന്ന് എല്ലാവരും കരുതിയ ആർട്ടിക്കിൾ 370 എടുത്തു കളയാൻ പറ്റി. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചു, ട്രിപ്പിൾ തലാഖ് നിരോധിച്ചു, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ പോകുന്നു. ഇതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞ 5 കാര്യങ്ങൾ. ബാക്കി ശേഷിക്കുന്ന ലക്ഷ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതിലേക്കുള്ള യാത്ര തുടങ്ങും. ഈ വിലയിരുത്തലിനോട് TG യോജിക്കുന്നുണ്ടോ? അതെ, ഈ പൊതുപ്രസംഗങ്ങൾ ഒരു ആവേശത്തിലും കേൾക്കുന്നവരെ ആവേശം കൊള്ളിക്കാനും ഒക്കെ ആയിട്ട് ചെയ്യുന്നതാണ്. ആ ദൃഷ്ടിയിൽ ഈ പ്രസംഗം വളരെ ഭംഗിയായി, ജോറായി, എല്ലാവരും കൈയടിക്കും. ബട്ട് അനലൈസ് ചെയ്ത് നോക്കുക, ഹിന്ദുക്കൾക്ക് ഹിന്ദുവാണ് എന്ന് പറയാൻ മടിയുണ്ടായിരുന്നു. അത് കുറഞ്ഞു, തീരെ ഇല്ലാതായിട്ടൊന്നുമില്ല, പക്ഷെ കുറഞ്ഞു. അതിപ്പോഴും ഇല്ലാതാവാതെ നിൽക്കുന്നത് കേരളം പോലെ ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾക്ക് സബ്സ്റ്റാൻഷ്യൽ പോപ്പുലേഷനുള്ള സ്ഥലത്ത് ഇപ്പോഴും ഹിന്ദുക്കൾക്ക് ഹിന്ദു എന്ന് പറയാൻ ഒരു ധൈര്യക്കുറവുണ്ട്. ഈ ധൈര്യക്കുറവിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു? കാരണം എന്താ? ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒരു ദേഷ്യം വരുമല്ലോ. ഇതാണ് വരുമെന്ന് ഹിന്ദു ഭയപ്പെട്ടു. ആ ഭയം കൊണ്ടുള്ള സങ്കോചമാണ് ഈ പ്രകടിപ്പിക്കുന്നത്. അല്ലാതെ ഹിന്ദുവിന് ഞാൻ ഹിന്ദുവാണെന്ന് പറയാൻ ഭയക്കേണ്ട ഒരു കാര്യമില്ല. മറ്റേ ആളിനൊരു വിഷമം വരും. കാരണം എനിക്ക് വിഷമമില്ല, പണ്ട് മുതലേ ശീലിച്ചു വന്നിരിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ ഹിന്ദുവിന് ഒരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ മറ്റ് 2 പേർക്ക് പ്രയാസം. അല്ല, അവർക്ക് പ്രയാസം ഉണ്ടാവുമോ അതോ ഹിന്ദുവിൻ്റെ തോന്നലാണോ? കുറച്ച് സത്യമുണ്ട് അതിൽ. കാരണം ഇതുവരെ അസേർട്ട് ചെയ്യാത്ത ഒരാൾ അസേർട്ട് ചെയ്യുമ്പോൾ മറ്റ് 2 പേർക്ക് പേടിയുണ്ടാകും. ഇപ്പം ഞാൻ അലസനായിട്ട് ജീവിക്കുന്ന ഞാൻ ഒരു ദിവസം രാവിലെ എൻ്റെ മുറ്റത്ത് എക്സർസൈസ് ചെയ്യാൻ തുടങ്ങും. എൻ്റെ അയൽവക്കത്തുകാരനൊരു എന്താ ചേട്ടാ പതിവില്ലാതെ കസരത്തൊക്കെ? എൻ്റെ ആരോഗ്യം നന്നാക്കാൻ വേണ്ടിയിട്ടാ. അതിന് തനിക്കെന്താ? അപ്പം തന്നെ അയാൾ വീണ്ടും ചോദിച്ച ഉടനെ ചാടിക്കടിക്കാൻ വരുന്നു. ആൾ അഗ്രസീവാകുന്നു. ഈ ഒരു സൈക്കോളജിയാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. ഒട്ടും അഗ്രസീവ് അല്ലാതിരുന്ന, ഹിന്ദുവാണെന്ന് പറയാൻ ഭയന്നുകൊണ്ടിരുന്നവൻ ഹിന്ദുവാണെന്ന് പറയുമ്പോൾ മറ്റ് 2 പേർക്കും ഭയമുണ്ടാകും. കുറച്ച് പേർക്കും ഭയമുണ്ടാകും, കുറച്ച് പേർ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ജീവിക്കും. ഇതാണ് ഈ ഹിന്ദു എന്ന് പറയുന്നതിൽ. പക്ഷേ വാസ്തവത്തിൽ ഇതിൻ്റെ പേറ്റൻ്റ് ആർക്കാണ്? ബാലാസാഹേബ് ഠാക്കറെയ്ക്കാണ്. ബാലാസാഹേബ് ഠാക്കറെയാണ് ശിവസേനയുടെ. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഗർവ് സേ കഹോ ഹം ഹിന്ദു ഹേ എന്നുള്ള മുദ്രാവാക്യം കൊണ്ടുവന്നത് ആ മനുഷ്യന്. എന്നാൽ ആ മനുഷ്യന് അതിൽ എത്ര കണ്ട ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ളത് വേറെ കാര്യം. ശിവസേന സ്ഥാപിക്കപ്പെട്ടത് മണ്ണിൻ്റെ മക്കൾ വാദവുമായിട്ടാണ്. നമ്മുടെ മലയാളികൾ പോലും വിക്ടിമായിരുന്നു. ഏകദേശം 90കളെത്തി രാമജന്മഭൂമി സമരം കൊടുമ്പിരി കൊണ്ടപ്പോഴാണ് ശിവസേന നോക്കിയപ്പോൾ ഇനി ശിവസേനയുടെ ചിറക് വിരിക്കണമെങ്കിൽ ഹിന്ദുത്വമാണ് പറ്റിയത്. ആ രീതിയിൽ ചിറക് വിരിച്ച് ഹിന്ദു ആയതാണ് ശിവസേന. ആ സമയത്താണ് ബാൽ ഠാക്കറെ ഈ മുദ്രാവാക്യം കൊടുക്കുന്നത്. പക്ഷേ കൊടുത്തത് അയാളാണ് ആദ്യമായിട്ട്. അതിനുശേഷം അത് ഒരുപാട് പേര് ഏറ്റെടുത്തു. ഇനി അടുത്തത് എന്താ അദ്ദേഹം പറഞ്ഞ ആർട്ടിക്കിൾ 370. അതൊരു ഹിന്ദു ഇഷ്യൂ അല്ല, രാജ്യത്തിൻ്റെ പൊതു ഇഷ്യൂ ആണ്. BJPയുടെ മാനിഫെസ്റ്റോ ഞങ്ങൾ നടപ്പാക്കിയെന്ന് അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞാൽ 100% ശരിയാണ്. ഐഡിയോളജിക്കൽ ഗോൾസ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിന് ഐഡിയോളജിയുമായിട്ട് ബന്ധമില്ല. ആർട്ടിക്കിൾ 370 ഒരു ഐഡിയോളജിക്കൽ പ്രശ്നമല്ല, നാഷണൽ യൂണിറ്റിയുടെ പ്രശ്നമാണ്. ആർട്ടിക്കിൾ 370 ടെമ്പററി ആൻഡ് ട്രാൻസിഷണൽ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞ് തന്നെയാണ് ഭരണഘടനയിൽ എഴുതിയത്. അതെടുത്ത് കളയുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. കളയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ടെമ്പററി ആക്കി.
അംബേദ്കർ ഇല്ലാത്ത സമയത്ത് നെഹ്റു ഇടയ്ക്ക് കയറ്റിയതാണ് ഈ ആർട്ടിക്കിൾ 37. ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം. പക്ഷേ മുസ്ലിം വോട്ട് കിട്ടും ഈ ഒരു പോയിന്റിൽ എന്ന് ധരിച്ച് എല്ലാവരും കൂടെ ആർട്ടിക്കിൾ 370 എടുത്ത് കളയാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ കുറേ തർക്കങ്ങൾ ഇതൊക്കെ രാഷ്ട്രീയമാണ് അങ്ങനെ ഉന്നയിച്ചു. BJP ഇതിൽ ഉറച്ചു നിന്നു. ഒരു രാജ്യത്ത് കുറച്ച് പേർക്ക് മാത്രം കൊമ്പുണ്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം അത് എടുത്ത് കളയുകയും ചെയ്തു. ഇതിന് പെർസെ ഹിന്ദുക്കളുമായിട്ട് ബന്ധമൊന്നുമില്ല. രാജ്യത്തിൻ്റെ യൂണിറ്റി വേണമെങ്കിൽ ഇവിടുത്തെ ഭൂരിപക്ഷമായ ഹിന്ദുക്കൾക്കില്ലാത്ത പ്രത്യേക അവകാശങ്ങൾ ഒരു ഭൂപ്രദേശത്തെ മുസ്ലിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞുകൂടെ? അല്ല, ഒരു ഭൂപ്രദേശത്തെ മുസ്ലിങ്ങളല്ല, അവിടെയും ഹിന്ദുക്കളുണ്ട്. ജമ്മു കാശ്മീർ ലഡാക്ക് ഹിന്ദു, ബുദ്ധ, മുസ്ലിം, സിഖ് ഇത്രയും പേരുണ്ട് കാശ്മീരിൽ. പക്ഷെ അതിൻ്റെ താഴ്വരയിൽ മുസ്ലിങ്ങൾ കൂടുതലാണെന്നേ ഉള്ളൂ. പക്ഷേ അവിടെ ഇതിൻ്റെ 370യുടെ ഫ്രൂട്ട്സ് മുഴുവൻ ഭക്ഷിച്ചത് മുസ്ലിങ്ങളാണ്. അല്ല, അത് ഭക്ഷിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഇക്വേഷൻ അനുസരിച്ച് താഴ്വരയ്ക്കാണ് കൂടുതൽ സീറ്റുകൾ പോകുന്നത്. അതുകൊണ്ട് എപ്പോഴും മുസ്ലിം മന്ത്രിസഭകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അത് ഈ 2-3 കുടുംബങ്ങളിലാണ്. ഈ അബ്ദുള്ള കുടുംബം, മുഫ്തി കുടുംബം ഇതുപോലുള്ളവരാണ്. അവർ ഇത് അഴിമതിക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും അവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വിഘടനവാദം ഉയർത്തും, തലവേദനയാകും എന്നൊക്കെ ഭയന്നിട്ട് സർക്കാർ ആഫ്റ്റർ സർക്കാർ അതിനൊന്നും ഓഡിറ്റ് ചെയ്യാതെ അവരെന്തെങ്കിലും ചെയ്തോട്ടെ. ഇവർ ഈ പൈസയെല്ലാം ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി ശേഖരിക്കുകയും ഇപ്പോൾ കണ്ടിട്ടില്ലേ, എന്ത് വന്നു കഴിഞ്ഞാലും ഫറൂഖ് അബ്ദുള്ള ആദ്യത്തെ ഫ്ലൈറ്റിന് ഇംഗ്ലണ്ടിൽ പോകും, ഒമർ അബ്ദുള്ള ഇംഗ്ലണ്ടിൽ പോകും, മെഹബൂബ മുഫ്തി ഇംഗ്ലണ്ടിൽ പോകും, എല്ലാവരും ഇംഗ്ലണ്ടിലാണ്. പാകിസ്ഥാനിലെ പണക്കാരായ ഭരണാധികാരികൾ അവരും ഇംഗ്ലണ്ടിലാണ്. ഇവരുടെയൊക്കെ മുതൽ ശേഖരിച്ച് വെച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന വർഷങ്ങളായിട്ട്. പിന്നെ അത് റൂത്ത്ലെസ്സായിട്ട് BJP ഇടപെട്ടിട്ട് ആ ഏർപ്പാടങ്ങ് ഇല്ലാതെയാക്കി. ഇതിൽ പെർസെ ഹിന്ദു ഇഷ്യൂ അല്ലാതെ നാഷണൽ ഇഷ്യൂ ആണ്. അപ്പോൾ രാമക്ഷേത്രം ഒരു ഹിന്ദു ഇഷ്യൂ ആണെന്ന് പറയാം. ബട്ട് അതിൽ കേന്ദ്ര സർക്കാരിന് എന്ത് റോളാണ് ഉള്ളത്? കേന്ദ്ര സർക്കാർ ആ കേസിൽ പാർട്ടി പോലുമല്ല. ഒരു നോട്ടീസ് പോലും കേന്ദ്ര സർക്കാരിന് ഇഷ്യൂ ചെയ്തിട്ടില്ല ആ കേസിൽ. സുപ്രീം കോടതി ആ ഏരിയ ഹിന്ദുക്കൾക്കായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ട്രസ്റ്റിന് നിങ്ങളുടെ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഭൂമി, ഈ മറ്റേ 67 സെൻറ്റ് തർക്കഭൂമി, പിന്നെ അതിന് ചുറ്റുമുള്ള നരസിംഹറാവുവിൻ്റെ കാലത്ത് ഏറ്റെടുത്ത ഭൂമി, ഇതെല്ലാം ചേർത്തിട്ട് ഒരു ട്രസ്റ്റിന് നിങ്ങൾ കൈമാറണം. ഇതാണ് ആ ജഡ്ജിമെൻറ്റിൽ കേന്ദ്ര സർക്കാരിനുള്ള നിർദ്ദേശം. കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ ട്രസ്റ്റ് ഉണ്ടാക്കി. മോദിജിക്ക് പ്രിയപ്പെട്ട നൃപേന്ദ്ര മിശ്രയാണ് മോദിയുടെ ആദ്യത്തെ ഓർഡിനൻസ് ഓർമ്മയുണ്ടോ? 2014 മോദി അധികാരത്തിൽ വന്ന ദിവസം അന്ന് രാത്രി മോദി ഇറക്കിയ ഓർഡിനൻസ് വിചിത്രമായ ഓർഡിനൻസ് ആയിരുന്നു. അതായത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേറെ അസൈൻമെൻറ്റ് എടുക്കുന്നതിന് മുമ്പ് 2 വർഷം കൂളിംഗ് പീരീഡ് ഉണ്ട്. ആ കൂളിംഗ് പീരീഡ് എടുത്തു കളഞ്ഞുള്ള ഓർഡിനൻസാണ് ആദ്യം ഇറങ്ങിയത്. പിന്നെ നടത്തിയ അപ്പോയിൻമെൻറ്റ് നൃപേന്ദ്ര മിശ്രയെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിക്കൊണ്ടാണ്. നൃപേന്ദ്ര മിശ്ര ട്രായുടെ ചെയർമാനോ അങ്ങനെ എന്തുമായിരുന്നു. 2 വർഷം ഗ്യാപ്പ് ആയിട്ടില്ല. ആ ഗ്യാപ്പ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഓർഡിനൻസ് ഇറക്കിയിട്ട് നൃപേന്ദ്ര മിശ്രയെ ക്യാബിനറ്റ് സെക്രട്ടറി ആക്കി. ആ നൃപേന്ദ്ര മിശ്രയാണ് ഇവിടെ. ഞാനിതിൽ അഴിമതി ആരോപണ സംഗതി ഞാൻ പറയുകയില്ല, ഈ സീക്വൻസ് ഞാൻ പറയുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ്. നൃപേന്ദ്ര മിശ്രയെ ആ ചെയർമാനാക്കിയിട്ട് രാമജന്മഭൂമി ട്രസ്റ്റ് ഉണ്ടാക്കി വിട്ടുകൊടുത്തു. 10 പൈസ നരേന്ദ്രമോദി സർക്കാർ കൊടുത്തിട്ടില്ല, കൊടുക്കാനും പറ്റില്ല, കൊടുക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരുണ്ട്. കൊടുക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ അവർ കളക്ട് ചെയ്ത പൈസ എത്ര ഉണ്ടെന്ന് അറിയാമോ? രാമജന്മഭൂമി ന്യാസ് കളക്ട് ചെയ്ത പൈസ ഓൾറെഡി ഉണ്ട്. ക്ഷേത്രം ഏകദേശം തീർന്ന് കല്ലിന് നമ്പർ വരെ ഇട്ട് അവിടെ വെച്ചിരിക്കുക. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. പുതിയ ക്ഷേത്രം കാണാൻ ഞാൻ പോയില്ല, കൂട്ടിച്ചേർത്താൽ മതി. പഴയത് കാണാൻ ഞാൻ പോയിരുന്നു. അപ്പോൾ ഈ ഭീമാകാരമായ കല്ലുകളൊക്കെ നമ്പർ ഇട്ടിട്ട് കറക്റ്റായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് അസംബിൾ ചെയ്യേണ്ട ജോലി, അതുകൊണ്ടാണ് അത്ര ഫാസ്റ്റായിട്ട് തീർന്നത്. പിന്നെ അതിൽ വന്ന ചില്ലറ മിസ്മാച്ച് കൊണ്ടാണ് ഇടയ്ക്ക് രാമക്ഷേത്രം ചോരുന്നു എന്നൊക്കെ പറഞ്ഞു. ചോർന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇത്രയും വലിയ എഞ്ചിനീയറിംഗ് മാർവൽ ചെയ്ത് കഴിയുമ്പോൾ എത്ര വർഷമായി ഈ കല്ലുകൾ ഒരുക്കി വെച്ചിട്ട്. അത് കുറച്ച് പൊടിഞ്ഞു പോയി കാണും, കുറച്ച് ഗ്യാപ്പ് വന്ന് കാണും, കുറച്ച് വികസിച്ച് കാണും. അതിൻ്റെ ഇരുമ്പിൻ്റെ പോർഷൻ വലുതാകുക ചെറുതാകുക
നട്ട് ബോൾട്ട് ഒക്കെ ലൂസാകും, ഇതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് അതിലൊന്നും ആശങ്കപ്പെടാനൊന്നുമില്ല. ബട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റോള് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ ഭൂമി അങ്ങോട്ട് കൈമാറുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മാത്രമല്ല, അപ്പോൾ നമ്മൾ BJP എന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടി, ഒന്ന് BJP സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ ഇത്ര വേഗത്തിൽ നടപ്പാകുമായിരുന്നു എന്നൊരു ചോദ്യം. പിന്നെ BJP ഒരു സാങ്കല്പിക ചോദ്യമില്ല, ഞാൻ പറയാം. സുപ്രീം കോടതി വിധി വരുമ്പോൾ UPA സർക്കാരാണ് അധികാരത്തിൽ നിന്നിരിക്കുക. അവരാ വിധി നടപ്പിലാക്കാൻ മടിക്കും. അവരൊരു റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യും, വെച്ച് താമസിപ്പിക്കും, മുസ്ലിങ്ങളെ കൊണ്ട് സമരം ചെയ്യും. ഇതൊക്കെയാണല്ലോ. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ്. അങ്ങനെ സംഭവിച്ചില്ലല്ലോ. ഈ ഇരിക്കുന്ന സർക്കാരിൻ്റെ സംഭാവന എന്താണ്? ഇതാണ് എൻ്റെ ചോദ്യം. BJP എന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് അതിനകത്ത് പങ്കില്ലേ? BJP എന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് അദ്വാനിയുടെ രഥയാത്രയൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? അത് തുടക്കത്തിൽ ആ പങ്കുണ്ടായിരുന്നു, തീർച്ചയായിട്ടും ആ പങ്കുണ്ടായിരുന്നു. 1989 പാലൻപൂർ സമ്മേളനത്തിൽ വെച്ചാണ് BJP ഇഷ്യൂ ടേക്കപ്പ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഇത് വിശ്വ ഹിന്ദു പരിഷത്താണ് നടത്തിക്കൊണ്ടിരുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് തന്നെ ഈ ഇഷ്യൂ ടേക്കപ്പ് ചെയ്യുന്നത് 1984 അതിനു മുമ്പായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഈ നിർമോഹി അഖാഡ, രാമജന്മഭൂമി ന്യാസ് ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ലൂസ് ഇൻഡിവിജ്വൽ സംഘടനകളൊക്കെയാണ് ഇത് ഇവിടം വരെ കൊണ്ടുവന്നത്. അതിൽ നിന്ന് അശോക് സിംഗാൾ ഏറ്റെടുത്തിട്ട് അത് വലിയ സമരമാക്കി മാറ്റി. വലിയ സമരമാക്കി മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് BJPക്ക് ഇതിൻ്റെ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് കൊണ്ട് മാത്രമല്ല, ഇറ്റ്സ് എ റിയൽ ഇഷ്യൂ. അത് ഡിബേറ്റ് ചെയ്തിട്ട് അന്ന് BJPയിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ഈ സമരത്തിൽ ചേരാൻ പാടില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മതപരമായ ഒരു ഇഷ്യൂ ആണത്. മതപരമാണ്, ദേശീയമാണ്. ഈ തർക്കം പാർട്ടികളിലുണ്ടായി. ഒടുവിൽ അല്ല, അത് ദേശീയ ഇഷ്യൂ തന്നെയാണെന്ന് പാലൻപൂർ സമ്മേളനത്തിൽ തീരുമാനമുണ്ടായി. അതിനെ തുടർന്നാണ് അദ്വാനി രഥയാത്ര നയിക്കുന്നതും പിന്നീടുള്ള സംഭവങ്ങളുമെല്ലാം. ബട്ട് 92 ഡിമോളിഷന് ശേഷം BJP കാര്യമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. കാര്യമായ സമരവും നടന്നിട്ടില്ല. അതിൻ്റെ പേരിലാണ് ഈ പ്രവീൺ തൊഗഡിയ പ്രശ്നം തുടങ്ങുന്നത്. അവിടെയാണ് പ്രവീൺ തൊഗഡിയ കൺസിസ്റ്റൻ്റ്ലി പറഞ്ഞു, എവിടെ പോയി നമ്മുടെ സമരം? പറഞ്ഞു, അല്ല അത് ഹൈക്കോടതി വിധി വരട്ടെ. ഹൈക്കോടതി വിധി വരാനാണെങ്കിൽ എന്തിനാണ് നമ്മൾ ഇതുവരെ സമരം ചെയ്തത്? അപ്പോഴും പറയാമായിരുന്നല്ലോ ഹൈക്കോടതി വിധി വരട്ടെ എന്ന്. ഇപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഹൈക്കോടതിയോടൊരു ബഹുമാനം അതാരും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടായിരുന്നില്ല. ആ തോഗഡിയ മെല്ലെ ഒറ്റപ്പെട്ടു. അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി വന്നു. ആ വിധി 3-1 തിരിച്ചിട്ട് 2 കഷ്ണം ഹിന്ദുക്കൾക്കും 1 കഷ്ണം മുസ്ലിങ്ങൾക്കും കൊടുക്കും. അത് ആർക്കും സമ്മതമായില്ല. എല്ലാവരും കൂടെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ അവിടെ കടന്നു വർഷങ്ങളോളം. പിന്നെ ഒരു മനുഷ്യൻ വേറൊരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു, സുബ്രഹ്മണ്യൻ സ്വാമി. അത് വേറൊരു ബെഞ്ചിലാണ് പോയത്. ഇത് ബേസിക്കലി രാമജന്മഭൂമിയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഈ ബെഞ്ചിലേക്ക് അയച്ചു. ആ ബെഞ്ചിൽ അദ്ദേഹം എൻ്റെ കേസ് ഫാസ്റ്റായിട്ട് വാദിക്കണം എന്ന് പറഞ്ഞ് ഹർജി കൊടുത്തു. അന്ന് ദീപക് മിശ്രയാണ് ചെയ്തത്. ദീപക് മിശ്രയ്ക്ക് ഇതേ ഇഷ്യൂ വന്നു. പുള്ളി പറഞ്ഞു 33 പേരുണ്ട് ടോട്ടൽ ഈ പെറ്റീഷനിൽ. ഈ 33 പേരെ കൊണ്ടും ഇത് അർജൻറ്റായിട്ട് ഹിയർ ചെയ്യാൻ സമ്മതമാണെന്ന് എഴുതി കോടതിയിൽ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു ലിസ്റ്റ് ചെയ്യാം. ഇങ്ങനെ 33 പേരുടെയും കൺസെൻറ്റ് മേടിച്ചു. നമ്മുടെ OIC ഉണ്ടല്ല, OICയുടെ കൺസെൻറ്റ് വരെ വന്നു. OIC ഡൽഹിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോയി കണ്ടു. അപ്പോൾ OICയും ഇതേ അഭിപ്രായക്കാരനാണ്. കേസിൽ 2 പേരും എതിരാളികളാണെങ്കിൽ ഇത് വേഗം തീർക്കണം ഇഷ്യൂ എന്നുള്ള കാര്യത്തിൽ എല്ലാവരും. അപ്പോൾ ദീപക് മിശ്ര എന്ത് ചെയ്തു? ഞാൻ ഈ കേസിൽപ്പെട്ട ആൾക്കാരെ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, ഇൻ്റർവെനിങ് ആപ്ലിക്കേഷൻസ് മുഴുവൻ തള്ളുകയാണ്. ഇൻ്റർവെനിങ് ആപ്ലിക്കേഷൻസ് 30 എണ്ണം തള്ളി. സ്വാമിയുടെ കേസ് തള്ളാൻ പറ്റില്ല, കാരണം അത് വേറൊരു ബെഞ്ചിൽ നിന്ന് റെഫർ ചെയ്ത് വന്ന സെപ്പറേറ്റ് പെറ്റീഷനാണ്. അത് തള്ളി. ഇതിൽ ഇൻ്റർവീനർ അല്ല സ്വാമി, ഇൻഡിപെൻഡൻ്റ് ഇതാണ് ആ കേസിൻ്റെ ചരിത്രം. പിന്നെ ഹിയറിങ് നടന്നു, വിധി വന്നു. ഇതാണ് ആ കേസിൻ്റെ ചരിത്രം. ഇവിടെ എങ്ങും തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു റോളുമില്ല. യൂണിയൻ ഓഫ് ഇന്ത്യ വാസ് നോട്ട് ഇൻ പിക്ചർ. യൂണിയൻ ഓഫ് ഇന്ത്യ കക്ഷി ചേരാനും ശ്രമിച്ചിട്ടില്ല. ചേർന്നാൽ സുപ്രീം കോടതി സമ്മതിക്കുമായിരുന്നുമില്ല. അപ്പോൾ ഇതിൽ എവിടെയോ വെച്ച് ഒരുപക്ഷെ ആഫ്റ്റർ ഡിമോളിഷൻ ഇൻ അയോധ്യ അതിനുശേഷം BJPക്ക് വലിയ റോള് ഇതിലുണ്ടായിരുന്നില്ല. BJPക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നു. അവരുടെ ആത്മാർത്ഥത ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ബട്ട് ആക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല. ഞാൻ ക്രോണോളജി വെച്ച് നടന്ന കാര്യം സത്യസന്ധമായിട്ട് പറയണം, ആരെയും കൊച്ചാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ദിസ് വാസ് വാട്ട് ഹാസ് ഹാപ്പൻ.
ഓക്കെ, പിന്നെ ഹൈപ്പോത്തറ്റിക്കലി ഈ പറഞ്ഞ ചോദ്യം ശരിയാണ്. കോൺഗ്രസ് സർക്കാരായിരുന്നെങ്കിൽ പിന്നെയും ഈ ക്ഷേത്രം പണിയാതിരിക്കാൻ എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ചു. അല്ല, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതല്ലേ? അല്ല, ശരി, അത് ആ കൺസിഡറേഷൻ കൊടുക്കാം. അവരായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നില്ല, ഇവരായതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് ചെയ്തത് എന്ന് നമുക്ക് വാദിക്കാം. അപ്പോഴും അതൊരു സാങ്കല്പികമായ വാദമാണ്. എന്നാലും സർക്കാരിന് എതിർപ്പില്ല, സർക്കാരിന് താല്പര്യമുള്ള വിഷയമായിരുന്നു. ആയിരുന്നു. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അത് എനിക്ക് തോന്നുന്നു കുറച്ച് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണത്. അതിൽ തർക്കമൊന്നുമില്ല, അതിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ സർക്കാർ, മോദി തന്നെ പോയിട്ടാണ് ഇപ്പം പ്രാണപ്രതിഷ്ഠയൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ സാധാരണ ഇതിലൊരു പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ എത്രയോ പുനഃപ്രതിഷ്ഠകളൊക്കെ നടക്കുന്നു. ഇപ്പോൾ ഇതിന് പ്രത്യേക താല്പര്യം തീർച്ചയായിട്ടും BJPക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ പൊളിറ്റിക്കൽ ഈൽഡും അവർക്ക് തീർച്ചയായിട്ടും കിട്ടുകയും ചെയ്തു. ഒരു അന്തരീക്ഷം ഉണ്ടാകുകയും, നിർഭാഗ്യവശാൽ 2024 തെരഞ്ഞെടുപ്പ് കുറച്ച് നീണ്ടുപോയി. അതുകൊണ്ട് രാമക്ഷേത്രത്തിൻ്റെ ബെനിഫിറ്റ് കാര്യമായിട്ട് കിട്ടേണ്ടിയിരുന്നത് അത് കിട്ടിയില്ല. 2024 തെരഞ്ഞെടുപ്പിൽ 240 സീറ്റായിപ്പോയില്ല. ബട്ട് ആ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയുടെ സമയത്തുള്ള അന്തരീക്ഷം ആലോചിച്ച് നോക്കി. ഈവൻ കേരളത്തിൽ ഓരോ ഹിന്ദു വീട്ടിലും കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സോ കേരള കോൺഗ്രസ്സോ ആയിക്കോട്ടെ അക്ഷതം എത്തിച്ചു. സകല ഹിന്ദുവിനും അക്ഷതം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്ത ആൾക്കാർ പറയാൻ തുടങ്ങി. ഈ അവസ്ഥ കൊണ്ടുവന്നതാണ്. ബട്ട് ദെൻ അത് കഴിഞ്ഞിട്ട് ഈ സാധനം തെരഞ്ഞെടുപ്പ് അങ്ങ് നീണ്ടു പോയി. ഇത് സംഭവിക്കുന്നത് ജാനുവരിയിൽ, തെരഞ്ഞെടുപ്പ് വന്നത് ജൂണിൽ, മെയ് ജൂൺ ആ സമയത്ത്. അപ്പോഴത്തേക്ക് ഈ ചൂടങ്ങ് പോയി. ഇതൊക്കെ ഒരു ഇമോഷനാണല്ലോ. അതുകൊണ്ട് ഫുൾ ബെനിഫിറ്റ് BJPക്ക് കിട്ടിയില്ല. പിന്നെ ട്രിപ്പിൾ തലാഖും UCC ആണ് പിന്നീട് പറഞ്ഞത്. UCC വന്നിട്ടില്ല. ട്രിപ്പിൾ തലാഖ് നോക്കൂ. ട്രിപ്പിൾ തലാഖ് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റാണത്. സുപ്രീം കോടതിയാണ് ട്രിപ്പിൾ തലാഖിനെ ക്രിമിനലൈസ് ചെയ്യുകയും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഇത് ക്രിമിനലൈസ് ചെയ്ത് നിയമം കൊണ്ടുവരണം. അപ്പോൾ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നു. അതിൻ്റെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത് അല്ല. അവിടെ അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യമുണ്ട് സാർ. അല്ല DG, കാരണം ഈ ജോൺ വള്ളമറ്റം കേസ് ഉൾപ്പെടെ എത്രയോ കേസുകളിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാത്തത്. വേണമെങ്കിൽ എന്നിട്ട് സർക്കാർ ചെയ്തില്ല. ട്രിപ്പിൾ തലാഖ് എടുത്തു കളഞ്ഞുകൂടെ എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു, സർക്കാരിന് ചെയ്യാതിരിക്കാം. അല്ല, ചെയ്യാതിരിക്കാമെന്നല്ല, ഇത് വിധിയാണ്, ഇത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് ഇത് അനുവദിക്കാൻ പറ്റില്ല. ഡീക്രിമിനലൈസ്. ഷാബാനു കേസിലെ വിധി നമ്മൾ കണ്ടതല്ലേ, എങ്ങനെയാണ് രാജീവ് ഗാന്ധി അട്ടിമറിച്ചത്? അത് അട്ടിമറിക്കാൻ പാടില്ല. ബട്ട് അതിൻ്റെ ബേസിക് ക്രെഡിറ്റ് ആർക്കാണ്? സുപ്രീം കോടതിക്കല്ലേ. സുപ്രീം കോടതി പറഞ്ഞു വേണമെങ്കിൽ എത്രയോ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ വരുവാണ്, UPA സർക്കാർ ആയിരുന്നെങ്കിലോ. ഇത് അങ്ങനെ പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാമെന്നേ ഉള്ളൂ. നമ്മളൊരു പ്രോ BJP മൈൻഡുള്ളവരാണല്ലോ രണ്ടുപേരും. അതുകൊണ്ട് വി ടെൻ ടു സ്റ്റാൻഡ് ടുവേഴ്സ് BJP. അപ്പോൾ കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നില്ലല്ലോ. കോൺഗ്രസ് ആയിരുന്നില്ലല്ലോ, BJP ആയിരുന്നല്ലോ. BJPക്ക് വേണമെങ്കിൽ നേരത്തെ, ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, യൂണിഫോം സിവിൽ കോഡ് രാജ്യത്ത് നടപ്പാക്കാൻ എന്താണ് BJPക്ക് തടസ്സം? BJP ചെയ്യുന്നില്ല. ഞാൻ പറയട്ടെ, രാജസ്ഥാൻ ഹൈക്കോടതി അടക്കം എനിക്ക് തോന്നുന്നു 2016 മുതൽ ഒരുപാട് ഹൈക്കോടതികൾ ഇത് സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട്. ഇൻ റൈറ്റിംഗ് ജഡ്ജ്മെൻറ്റിൽ വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് 2020 മോദി സർക്കാരിൻ്റെ തന്നെ ലോ കമ്മീഷൻ UCC ആവശ്യമില്ല എന്നൊരു റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. 2019 20 അത് കഴിഞ്ഞ് വീണ്ടും അത് ആവശ്യമാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ കേന്ദ്ര സർക്കാർ UCCയുടെ കാര്യത്തിൽ ഒരു ഡബിൾ മീനിങ്. അതിന് കണ്ടെത്തിയൊരു സൊല്യൂഷനാണ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുക. ഗുജറാത്ത്, ആസാം, ഇതുപോലെ സംസ്ഥാനം വഴിക്കും ഇത് നടപ്പാക്കാം. കുടുംബ നിയമമാണല്ലോ. ഈ ഏകീകൃത സിവിൽ കോഡ് എന്നൊക്കെ പറഞ്ഞ സംഭവം എന്താ? യൂണിഫൈഡ് ഫാമിലി ലോ, ഇത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഉള്ള സാധനമൊന്നുമില്ല. പിന്തുടർച്ച, വിവാഹം, സ്വത്ത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നല്ല, സ്വത്ത്, അഡോപ്ഷൻ, ദത്ത്, വിവാഹം, വിവാഹമോചനം, ഈ 4 കാര്യങ്ങൾ. ഇത് എല്ലാവർക്കും ഒരുപോലെയാക്കുക. അതിനപ്പുറത്തേക്ക് ഒരു സാധനമില്ല. അതിനപ്പുറത്തേക്കുള്ള തർക്കങ്ങളെല്ലാം ഓൾറെഡി സിവിൽ പ്രൊസീജിയർ കോഡ് വെച്ചിട്ടാണ് ഇപ്പോഴും നടക്കുന്നത്. എൻ്റെ വസ്തു ഒരു അക്ബർ കയ്യേറി എന്ന് വെച്ചോ, അതെന്ത് ശരിയാ നിയമം വെച്ചാണോ ഇപ്പോൾ? അല്ല,
നാട്ടിൽ നടപ്പുള്ള CPC വെച്ചിട്ടാണ് ആ തർക്കം തീർക്കുന്നത്. അതുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ യൂണിഫോം ഫാമിലി കോഡാണ്. അതിൽ പരിഭ്രമിക്കാനൊന്നുമില്ല. ഇത് ഇപ്പോഴും സർക്കാർ ഇവർ ലോ കമ്മീഷൻ നാട്ടുകാരുടെ അഭിപ്രായം ചോദിച്ചു യൂണിഫോം സിവിൽ കോഡിനെ പറ്റി. എങ്ങനെ അഭിപ്രായം പറയും? അതിനുള്ള ലിങ്കും ഒക്കെ വെബ്സൈറ്റിലുണ്ട്. പക്ഷേ യൂണിഫോം സിവിൽ കോഡ് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഡ്രാഫ്റ്റ് പോലും ഇല്ല. ഡ്രാഫ്റ്റ് ഇല്ല, ഇപ്പോഴും ഒരു ഡ്രാഫ്റ്റ് ഇല്ല. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ സങ്കല്പത്തിലുള്ള യൂണിഫോം സിവിൽ കോഡ് വിചാരിക്കുന്നു. യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്ന ഹിന്ദുക്കളുണ്ട്. യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ശബരിമലയിൽ യുവതികൾ കയറിക്കളയും എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്യുന്നവരുണ്ട്. അവരങ്ങനെ കാരണം ഡ്രാഫ്റ്റ് ഇല്ലല്ലോ. ഞാനതിലൊരാളിനോട് പറഞ്ഞു, എന്താ ഈ കാണിക്കുന്നത് ചേട്ടൻ, എന്താ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് കൊണ്ടുപോകാൻ കാണണ്ടേ? ഞാൻ അങ്ങനെ പുറകെ കൂടെ യുവതികളെ കയറ്റാൻ നോക്കണ്ട. ഇതാണ് പുള്ളിയുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. യുവതികളൊക്കെ വേറെ ആര് ശബരിമലയിൽ കയറിയാലും, ഏത് കായംകുളം കൊച്ചുണ്ണി കയറിയാലും അറിയാം ഇവരെ കയറ്റില്ല. അപ്പം ഞാൻ അതൊന്നും പറ്റുമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഇത് വരുന്ന കാര്യം എന്താ, ഒരു ബേസ് ഡോക്യുമെൻ്റ് ഇല്ല. അതുകൊണ്ടാണ് പ്ലീസ് പ്രൊഡ്യൂസ് എ ബേസ് ഡോക്യുമെൻ്റ്. അതിൻ്റെ ഒരു സ്കെലിറ്റൻ ഇതാണ് യൂണിഫോം സിവിൽ കോഡ്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ സംഗ്രഹം എന്ന് പറയുന്നത് അമിത്ഷാ അക്കമിട്ട് പറഞ്ഞ ഈ 5 കാര്യങ്ങളിൽ അത്ര വലിയ ക്രെഡിറ്റ് ഒന്നും BJPക്കോ സർക്കാരിനോ ഇല്ല എന്നാണോ? അല്ല, ഈ ഒരു പൊളിറ്റിക്കൽ സ്പീച്ചിൽ ഇങ്ങനെയൊക്കെയാണ് പറയാറുള്ളത്. എൻ്റെ ഭരണകാലത്ത് സംഭവിച്ച കാര്യങ്ങൾ, അതിൽ ഡയറക്റ്റ് എനിക്ക് പങ്കുണ്ടാവില്ല, ബട്ട് അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ എടുക്കും. ദിസ് ഈസ് പൊളിറ്റിക്സ്. അപ്പോൾ ഇനി 3rd ടേമിൽ ബാക്കിയുള്ള ഐഡിയോളജിക്കൽ ഗോളുകളോടും നേടും എന്ന് പറയുന്നുണ്ട്. അതെന്തായിരിക്കും? അത് അമിത്ഷാ തന്നെ പറയണം. ഈ ഐഡിയോളജിക്കൽ ഗോൾ എന്ന് പറയുന്നു, വാസ്തവത്തിൽ ഐഡിയോളജി എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ്. ഞാനെപ്പോഴും ഒരു RSS രീതിയിലാണ് ലക്ഷ്യം. ഫിലോസഫി എന്ന് വേണം പറയാൻ. ഐഡിയോളജി എന്ന് പറയുന്നത് ഫിലോസഫിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എടുത്തിട്ട് കുറ്റി തറച്ച് ഒരു കോമ്പൗണ്ടാക്കി അതിനകത്ത് വയ്ക്കുന്നതാണ് ഐഡിയോളജി. ഫിലോസഫി, ഭാരതത്തിനൊരു ഫിലോസഫി ഉണ്ട്, ഒരു തത്വശാസ്ത്രം. അതൊന്നും നമ്മൾക്ക് ആരും പറഞ്ഞു തരുമൊന്നും വേണ്ട. എല്ലാവരും അതങ്ങ് സന്തോഷമായിട്ട് മനസ്സിലാക്കി അങ്ങ് ജീവിക്കും. ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് ചുമ്മാ ആൾക്കാർ തൊഴുന്നു, എന്താ അവിടെ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അവിടെ അറുകൊലയാണ്, എല്ലാവർക്കും മനസ്സിലാവും. കാശ്മീരിൽ നിന്ന് വരുന്ന ആൾ ചോദിക്കുന്നു എന്താ അവിടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും അതൊരു ഡിവൈൻ സ്പിരിറ്റാണ്, അല്പം കുഴപ്പക്കാരനാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും പേരുണ്ടാകും, ടങ്കു എന്ന പോലെ പേരാണ്. ടങ്കു അത് തന്നെ, മറ്റേ മീശയൊക്കെയുള്ള അത് തന്നെ മനസ്സിലാവും. ത്രൂ ഔട്ട് ഇന്ത്യ ഈ അറുകൊല മനസ്സിലാകും, ദേവി മനസ്സിലാകും, ദേവൻ മനസ്സിലാകും, എല്ലാം മനസ്സിലാവും. ഏത് സാധനത്തെയും നമ്മൾ തൊഴുതാൽ ഭാരതീയന് ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഒരു ആനയുടെ രൂപം അവിടെ തൊഴുന്നു, മഹാരാഷ്ട്രക്കാരൻ വന്നു, നിങ്ങൾ ആനയൊക്കെ തൊഴാറുണ്ടോ എന്ന് ചോദിക്കില്ല, അവന് തൊഴിട്ട്. ഭാരതത്തിനൊരു ഫിലോസഫി ഉണ്ട്, അത് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഐഡിയോളജി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചിലതൊക്കെ പെറുക്കിയെടുത്തിട്ട് നിങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾ അതൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് ഐഡിയോളജി. അപ്പോൾ ഐഡിയോളജി എന്ന് പറഞ്ഞ് ഓക്കെ, ആ വാക്കിപ്പം എല്ലാവരും ഉപയോഗിക്കുന്നു. പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞ് തെറ്റായിട്ട് മലയാളത്തിൽ ഉപയോഗിക്കുന്നു. ആലോചിച്ചു, പ്രത്യയം എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യയങ്ങളുടെ ശാസ്ത്രമാണ് പ്രത്യയം. പ്രത്യയം എന്ന് പറഞ്ഞാൽ കുളവും കിണറും, ഈ പ്രത്യയമാണ്. അതുകൊണ്ടാണ് നമ്മൾ കിണറവും കുളവും എന്ന് പറയാറ്, കിണറും എന്ന്. ഈ പ്രത്യയങ്ങൾ, അതാണ് പ്രത്യയശാസ്ത്രം. ബട്ട് ഐഡിയോളജിക്ക് തർജ്ജമയായിട്ട് പ്രത്യയശാസ്ത്രം വർഷങ്ങളായിട്ട് കേരളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഇപ്പം നമ്മൾ വിചാരിച്ചതൊന്നും മാറ്റാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാധനം ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ കൊണ്ടു നടക്കുന്നത് അവർക്ക് വലിയ ഗുണം ചെയ്യില്ല. കാരണം ഏറ്റവും ഫ്ലെക്സിബിളായിട്ട് പെരുമാറേണ്ട ഗതിയോ ഗതികേടോ വരുന്നവർ രാഷ്ട്രീയക്കാരാണ്. ഇന്നലെ പറഞ്ഞത് ഇന്ന് അവർക്ക് മാറ്റേണ്ടി വരുന്നു. പൊതുജനങ്ങളുടെ സമ്മർദ്ദം വരുന്നു, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം വരുന്നു. അതുകൊണ്ട് ഐഡിയോളജി എന്നൊക്കെ പറയുന്നു. മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞോളൂ, നോ പ്രോബ്ലം. അതായത് BJPക്ക് ഒരു മാനിഫെസ്റ്റോ ഉണ്ട്. ആ മാനിഫെസ്റ്റോയിൽ ഇതെല്ലാം, ഈ ആർട്ടിക്കിൾ 370 ഉണ്ട്, UCC ഉണ്ട്, രാം ടെമ്പിൾ ഉണ്ട്, എല്ലാം ഉണ്ട്. വി ആർ ഗോയിങ് ബൈ അവർ മാനിഫെസ്റ്റോ ആൻഡ് വാട്ട് എവർ ഈസ് റിമൈനിങ് വി ആർ ഗോയിങ് ടു കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഉചിതമായനെ ഈ പ്രസംഗം. ബട്ട് രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്. ആ ഒരു കാടളയ്ക്ക് ഒരു പ്രസംഗം അതിന് കയ്യടി കിട്ടും. മാത്രമല്ല അക്കാര്യത്തിൽ അമിത്ഷാ സമർത്ഥനാണ്. അങ്ങനെ രാഷ്ട്രീയക്കാർ ചെയ്യുമ്പോൾ ഞാൻ അവർ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് ഉള്ളിൽ. കാരണം അവസരങ്ങൾ മുതലാക്കുക,
ആ വാക്കുകളിട്ട് കളിക്കുക. അല്ല, എനിക്കും ഈ പ്രസംഗം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. നമ്മുടെ മാധ്യമങ്ങളിലൊന്നും കണ്ടില്ല, പക്ഷെ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ടി ജിയോട് ചേട്ടൻ വരുമ്പോൾ സംസാരിക്കാമെന്ന് വെച്ചത്. സുനിലെ, നമ്മളുടെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറേ നാളായിട്ട് കേരളത്തിന് പുറത്ത് ഒന്നും സംഭവിക്കുന്നില്ല. അതെ അതെ. അമിത്ഷാ ജീവനോടെ ഇല്ല, നരേന്ദ്രമോദി ജീവനോടെ ഇല്ല. ഏതായാലും മൂന്നാം ടൈമിലും ഗോളുകൾ ബാക്കിയുണ്ട്, അത് നേടും എന്നാണ് അമിത്ഷാ പറഞ്ഞത്. നേടട്ടെ, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ, നല്ല കാര്യങ്ങൾ തന്നെ. അത് പ്രസംഗവും ഗംഭീരമായി. ഏതായാലും നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാൻ ഒരുപാടുണ്ട്. പറയുന്നത് അമിത്ഷായാണ്. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.